കഴിഞ്ഞ ദിവസം മറ്റൊരു ബൈബിൾ ക്ലാസ്, ഹിന്ദിയിലുള്ള ഒരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി ഞാൻ 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ ഈ 4 പുസ്തകങ്ങളുടെ സ്ട്രക്ചർ ഒന്ന് പഠിച്ചപ്പോൾ പിന്നെയും കണ്ട ഒരു കാര്യം, ഈ 4 പുസ്തകങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നീണ്ട ഇൻട്രൊഡക്ഷനാണ്. ആ ഇൻട്രൊഡക്ഷനിൽ ആവർത്തിച്ച് ഇത് ദൈവവചനമാണെന്നും ഇത് വിശ്വസനീയമാണെന്നും ദൈവവചനം ആയതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോകരുതെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് വന്ന ദൈവവചനത്തിൽ അങ്ങനെ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു മാതൃകയാണ്. മാതാപിതാക്കളായ നമ്മൾ, ജ്യേഷ്ഠ സഹോദര സഹോദരിമാരായ നമ്മൾ, സഭയിൽ ടീച്ചിങ്ങിന്റെ ചുമതലയുള്ള നമ്മൾ, അങ്ങനെയുള്ള ധാരാളം സഹോദരന്മാരും സഹോദരിമാർ ഈ ഗ്രൂപ്പിലുണ്ട്. അവർ മറക്കാൻ പാടില്ലാത്ത കാര്യം, ആത്മീക സത്യങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞ് വിടേണ്ടതല്ല, ആത്മീക സത്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ട കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ആവർത്തിച്ചു പറഞ്ഞാൽ ആവർത്തന വീരസത ഉണ്ടാകുമെന്ന്. ഓഫ് കോഴ്സ് ഒരു വിഷയം ഒരേ രീതിയിൽ, ഒരേ വാക്കുകൾ, ഒരേ വാചകം ഉപയോഗിച്ച് ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും ബോറിംഗ് ആകും. എന്നാൽ വേദപുസ്തകത്തിലുള്ള ഏത് വിഷയം വേണമെങ്കിലും പല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അത് ബോറിംഗ് ആകത്തില്ല, ആളുകൾ ശ്രദ്ധയോടെ കേൾക്കും. അങ്ങനെ പല രീതിയിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഈ വിഷയം ഒരു പുതിയ രീതിയിൽ, അല്ലെ ഒരു പുതിയ വീക്ഷണകോണത്തിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന്. അപ്പൊ ഇന്ന് ഇവിടെ കേൾക്കുന്ന മാതാപിതാക്കൾ, ജ്യേഷ്ഠ സഹോദര സഹോദരിമാര്, മറ്റുള്ളവരോട് ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ, സഭാ മൂപ്പന്മാർ, പ്രീച്ചേഴ്സ്, എല്ലാവരെയും ഓർപ്പിക്കട്ടെ, ദൈവവചനം പഠിപ്പിക്കുന്നതിൽ ആവർത്തനത്തിന് അതിൻ്റെതായ ഒരു വളരെയധികം പ്രധാന പങ്കുണ്ട്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലുള്ള ലേഖനങ്ങളിൽ ധാരാളം ആവർത്തനമുള്ളത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ വളരെയധികം ഇൻട്രൊഡക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിൽ ആവർത്തനം എന്നും പറഞ്ഞ ഒരു പുസ്തകം തന്നെ ഉള്ളത്. ആക്ച്വലി ആവർത്തനം എന്ന ഒരു പുസ്തകമാണ് നമ്മൾ സാധാരണ അറിയുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ 3 ബുക്സ് ഉണ്ട് ആവർത്തനം. 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തവും ആക്ച്വലി ഒരു ആവർത്തനമാണ്. ദൈവം സൃഷ്ടിച്ച സമയം തൊട്ട് അന്ന് വരെയുള്ള കാര്യങ്ങൾ ദൈവജനത്തെ ഒന്നുകൂടി ആവർത്തിച്ച് കേൾപ്പിക്കുവാൻ വേണ്ടിയാണ് 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തവും എഴുതി. അപ്പം വേദപുസ്തകത്തിൽ തന്നെ പഴയ നിയമത്തിൽ 3 പുസ്തകങ്ങളുണ്ട് ആവർത്തനം. പുതിയ നിയമത്തിലുള്ള ലേഖനങ്ങളിലെല്ലാം ആവർത്തനമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം ഒരു വ്യക്തിയിൽ കൂടെ തരുന്നതിന് പകരം 4 വ്യക്തികളിൽ കൂടെ ദൈവാത്മാവ് തന്നതിലും ആവർത്തനം വളരെയധികം ഉണ്ട്. ഇതിന്റെ എല്ലാം പുറകെ ഒരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആത്മീക ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആവർത്തനം വരണം. എന്നാൽ ആ ആവർത്തനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, ഒരേ വാക്കുകൾ ഒരേ വാചകത്തിലല്ല ആവർത്തിച്ചിരിക്കുന്നത്. ഒരേ വിഷയം പല വീക്ഷണകോണിൽ നിന്ന് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ അത് ചെയ്യണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം സെക്ഷനാണ് ഇനിയും ബാക്കിയുള്ളത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ സെക്ഷൻ വാക്യങ്ങൾ 21 തൊട്ട് 24 വരെ. ദൈവം വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്നവരെ ദൈവം ഉപയോഗിക്കുന്നു, പരമാവധി ഉപയോഗിക്കുന്നു. ഈ 21 തൊട്ട് 24 പറഞ്ഞിരിക്കുന്ന ആശയം അതാണ്. ദൈവം വിളിക്കുന്നു, ആ വിളി ചിലർ കേൾക്കുന്നു. ആ വിളി കേട്ട് ആ വിളിക്കനുസരിച്ച് ദൈവത്തോടുകൂടെ നടക്കാൻ താല്പര്യപ്പെടുന്നവര്, അല്ലെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കാൻ താല്പര്യപ്പെടുന്നവരെ അവർ ചിന്തിക്കുന്നതിന് അപ്പുറം ദൈവം ഉപയോഗിക്കുന്നു. നമ്മൾ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21 തൊട്ട് 24 വായിക്കുന്നത്, പിന്നെ ഞാൻ സുറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. കർത്താവിൽ വരുന്നതിന് മുൻപ് യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കർത്താവിൽ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വിളി കേട്ട് ആ യാത്രകൾ തുടർന്നു. അത് എവൻച്വലി പൗലോസിന്റെ 1-ാം മിഷണറി ജേർണി, 2-ാം മിഷണറി ജേർണി, 3-ാം മിഷണറി ജേർണി ആൻഡ് പ്രോബബ്ലി ഒരു 4-ാം മിഷണറി ജേർണിയിൽ ആയി തീർന്നു. സോ ദൈവം തന്നെ വിളിച്ചു,
ആ വിളി കേട്ടു. ആ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ ആ വിളി കേൾക്കുന്നതിന് മുൻപ് താൻ ദൈവജനത്തെ പിടിക്കുവാനും കൊല്ലുവാൻ വേണ്ടി യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് ദൈവത്തിലേക്ക് ആളുകളെ പിടിക്കുവാൻ വേണ്ടി യാത്ര ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെയാണ് താൻ സുറിയയിലും കിലിക്കിയ ദിക്കിലേക്ക് പോയത്. ഒരു മിനിറ്റ്. ആ യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഒരു മിനിറ്റ്. യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. ഇതിനു മുൻപും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. സഭയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ അനുവാദത്തോടെ ഒന്നുമല്ല ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. നേരെ മറിച്ച് ദൈവം എന്നെ വിളിച്ചതുകൊണ്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. അത് സഭയിലുള്ള സീനിയേഴ്സുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെ ബന്ധത്തെക്കുറിച്ച് ഒരു വശമാണ്. മറുവശം 2-ാം അധ്യായത്തിന്റെ ബിഗിനിങ്ങിൽ നാം കാണുന്നതായി. അപ്പം എന്നെ വിളിച്ചു, ദൈവമാണ് വിളിച്ചത്. ദൈവം വിളിച്ചതുകൊണ്ട് ഞാൻ മനുഷ്യന്റെ അനുവാദമോ മനുഷ്യന്റെ അനുമോദനമോ ആഗ്രഹിച്ചില്ല. 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മുൻപേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുൻപേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നെന്ന് മാത്രം അവർ കേട്ടു എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ സഭകളെ മുടിച്ച് നടന്ന വ്യക്തി ദൈവം വിളിച്ചു, ആ വിളി കേട്ടു. ആ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ ആ കൊലപാതകനെ ദൈവം ഉപയോഗിച്ചു. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ നരഭോജികളെ നരസ്നേഹികൾ ആക്കി മാറ്റി എന്നുള്ളത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സൗത്ത് അമേരിക്കയിലെ ഔക്ക ഇന്ത്യൻസിന്റെ ഇടയ്ക്ക് 4 മിഷണറിമാർ പോയത്. 4 പേരെ അവർ കൊന്നു കളഞ്ഞായിരുന്നു. എന്നാല് എവൻച്വലി ഔക്ക ഇന്ത്യൻസ് രക്ഷയുടെ അനുഭവത്തിൽ വന്നു. ഔക്ക ഇന്ത്യൻസ് ഇക്വഡോറിലുള്ള ഒരു ജനസമൂഹമായിരുന്നു. ഇക്വഡോറിൽ സുവിശേഷം വ്യാപിച്ചു. എവൻച്വലി ലോകത്തിലുള്ള ഏറ്റവും പവർഫുൾ ക്രിസ്ത്യൻ റേഡിയോ സ്റ്റേഷൻസിൽ ഒന്ന് അമേരിക്കയിലുള്ള ബ്രദേഴ്സ് കേട്ടിട്ടുണ്ടായിരിക്കും, HCJB ഇക്വഡോറിൽ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പൊ നരഭോജികളെ നരസ്നേഹികളാക്കുന്ന ആ ദൈവം കൊലപാതകനായ പൗലോസിനെ യേശുക്രിസ്തുവിൽ കൂടുള്ള ജീവൻ പ്രസംഗിച്ച് മറ്റുള്ളവരെ ഈ ജീവനിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റി. ദൈവത്തിന്റെ വിളി കേട്ടതുകൊണ്ടാണ്. ആക്ച്വലി ദൈവത്തിന്റെ വിളി കേട്ട ഈ കൊലപാതകൻ ഒരു ദൈവദാസനും ദൈവിക സന്ദേശം ആളുകളുടെ അടുത്ത് എത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറി ഒരു സൈഡ്. അതേ സമയത്ത് ദൈവവിളി 3.5 വർഷം കേട്ടിട്ടും ആ ദൈവവിളി മനസ്സിലാക്കുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരാൾ കൊലപാതകനായിട്ട് മാറിയെന്ന് നമുക്കറിയാം. യൂദാസ്, അവൻ കർത്താവിനെ കൊലപാതകത്തിന് വേണ്ടിയാണ് ഒറ്റിക്കൊടുത്തത്. നമ്മള് ക്രൂശിക്കപ്പെട്ടു, ക്രൂശീകരണം എന്നൊക്കെ പറയുമ്പം അതിന്റെ സീരിയസ്നെസ് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒരു കൊലപാതകമായിരുന്നു. കാരണം ക്രൂശിക്കപ്പെടേണ്ടത് കുറ്റവാളികളാണ്. ഈ നീതിന്യായ പീഠങ്ങൾ മനുഷ്യർ നിർമ്മിക്കുന്നതും സ്ഥാപിക്കുന്നതും കുറ്റവാളിയെ ശിക്ഷിക്കാനാണ്, കുറ്റം ചെയ്യാത്ത ആളിനെ ശിക്ഷിക്കാനല്ല. കുറ്റം ചെയ്യാത്ത ആളിനെ കുറ്റം ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കി എന്റെ സ്ഥാനം പോകും എന്ന് പേടിച്ച് പീലാത്തോസ് ക്രൂശിക്കാൻ വേണ്ടി വിധിച്ചത് ബേസിക്കലി ഒരു കൊലപാതകമായിരുന്നു. പീലാത്തോസ് കൊലപാതകമാണ് ചെയ്തത്. പീലാത്തോസിനെ കൊലപാതകം ചെയ്യുവാൻ വേണ്ടി ഫോഴ്സ് ചെയ്തത്. ആക്ച്വലി അക്കാലത്ത് ഈ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഒക്കെ അവര് ധാരാളം ഇല്ലീഗലായിട്ട് കാശ് ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് ഇവരിൽ ആരും അവരുടെ പൊസിഷൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. പൊസിഷൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് മഹാപുരോഹിതന്മാര് പീലാത്തോസിനെ ഫോഴ്സ് ചെയ്തത്. സോ അങ്ങനെ പീലാത്തോസിനെ ഫോഴ്സ് ചെയ്തത് കൊണ്ടാണ് യേശുക്രിസ്തുവിനെ അവര് കൊന്നുകളഞ്ഞത്. എന്നാൽ ശരിയായിട്ട് അവിടെ ഈ കൊലപാതകത്തെ കൂട്ടുനിന്നതാരായിരുന്നു? യഹൂദ ഇസ്കറിയോത്താവ്. സോ ശൗലെന്ന് പറഞ്ഞ കൊലപാതകനെ നരസ്നേഹിയാക്കി മാറ്റിയ അതേ കർത്താവ് 3.5 വർഷം യൂദാസിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചെങ്കിലും അവൻ ഒരു കൊലപാതകനായിട്ട് മാറി. 2 പേർക്കും ദൈവവിളി ഉണ്ടായിരുന്നു. ശൗലിനെ ഒരു പ്രാവശ്യമാണ് വിളിച്ചത്. യൂദാസിനെ 12 പേരെ തെരഞ്ഞെടുക്കുകയും 3.5 വർഷം കർത്താവ് പോയിടത്തെല്ലാം തന്റെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്തതാണ്. അവരെ അപ്പോസ്തലന്മാര് എന്ന് കർത്താവ് വിളിച്ചു. അപ്പൊ അങ്ങനെ 3.5 വർഷം തുടർച്ചയായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിളി കേട്ടിട്ട് ആ വിളിയോടെ പ്രതികരിച്ചില്ല.
പ്രതികരിക്കാത്തതിന്റെ കാരണം കൊണ്ട് താന് 3.5 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു കൊലപാതകനായിട്ട് മാറി. അതേ സമയത്ത് ശൗലിനെ ഒന്നേ വിളിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ആ വിളി പല പ്രാവശ്യം കർത്താവ് കൺഫേം ചെയ്തെന്നുള്ളത് ശരിയാണ്. എന്നാൽ ശരിയായ വിളി ഇന്നടത്ത് പോ, അല്ലെ ഇന്നടത്ത് പോകൂ, നീ എന്ത് ചെയ്യണം എന്നുള്ളത് നിന്നെ അറിയിക്കുന്നതായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. താന് ഒരു നരസ്നേഹിയായി മാറി, യേശുക്രിസ്തുവിന്റെ ദാസനായി മാറി. ഇവിടെ ഇതിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വളരെ സീരിയസ് ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മളെ എല്ലാരെയും വിളിക്കുന്നുണ്ട്. ശൗലിനെ മാത്രമല്ല വിളിച്ചത്, യൂദാസ് ഇസ്കരിയോത്താവിനെ മാത്രമല്ല വിളിച്ചത്, യൂദാസിന്റെ കൂടെയുള്ള 12 ശിഷ്യന്മാരെ വിളിച്ചു. അതല്ലാതെ 70 പേരെ വേർതിരിച്ച് അവരെ സുവിശേഷം അറിയിക്കാൻ അയച്ചു. കർത്താവ് സ്വർഗാരോഹണം കഴിഞ്ഞ് ദൈവാത്മാവ് വരുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരും കർത്താവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്ന എല്ലാരെയും കർത്താവ് വിളിച്ചു. അതുകൊണ്ടാണ് ആ വലിയ ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരെ ആ യെരുശലേമിൽ നിന്ന് ലോകമെമ്പാടും വിജാതിയരുടെ മധ്യേ ഛിന്ന ഭിന്നമായപ്പോൾ അവരുടെ വിളി മനസ്സിലാക്കി ആ സുവിശേഷം ആളുകളെ അറിയിച്ചു പോയത്. അങ്ങനെ അറിയിച്ചു പോയത് കൊണ്ടാണ് വിജാതിയരുടെ ഇടയ്ക്ക് സഭയുണ്ടായത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച എല്ലാ വിശ്വാസിക്കും ദൈവം വിളി നൽകിയിട്ടുണ്ട്. ആ വിളി നമ്മൾ മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെ, അതോ മനസ്സിലാക്കിയിട്ട് അത് അവഗണിക്കുകയാണോ ചെയ്തത്, അതോ അത് മനസ്സിലാക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്നു? 3 സാധ്യതകളാണ്. 1, കേട്ടു, അതനുസരിച്ചു. 2, അത് അവഗണിച്ചു. 3, കേട്ടു എന്നാൽ 2 കേട്ടു മനസ്സിലായില്ല. 3 കേട്ടു അതിനെ റിജക്റ്റ് ചെയ്തു. ഈ 3 പോസിബിലിറ്റീസ് മിനിമം ഉണ്ട്. ദൈവവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, വിളി കേട്ടിട്ടും അത് മനസ്സിലാക്കാതെ പോവുകയോ അതിനെ അവഗണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ശാപത്തിന് കാരണമായി തീരും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് യൂദാസ്. 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്നു. അവനെ പരമാവധി എല്ലാവരും വിശ്വസിച്ചു. അതുകൊണ്ടാണ് പണസഞ്ചി പോലും അവന്റെ കയ്യിൽ കൊടുത്തിരുന്നത്. സാധാരണ ഏത് ഗ്രൂപ്പിലും ഏറ്റവും വിശ്വസ്തനായ വ്യക്തിക്കാണ് പണസഞ്ചി കൊടുക്കുന്നത്. അത് കയ്യിലുണ്ടായിട്ട് പോലും യൂദാസ് തന്റെ ജീവിതത്തിലുള്ള വിളി അതിനനുസരിച്ച് നടന്നില്ല. അവഗണിച്ചതാണെന്നോ മനസ്സിലാക്കാത്തതാണെന്നോ ദൈവവചനം അത് വ്യക്തമാക്കുന്നില്ല. യൂദാസിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽസ് ഇല്ല. എന്നാൽ ഒരു കാര്യം ക്ലിയർ ആണ്, അവഗണിച്ചതാണെങ്കിലും മനസ്സിലാക്കാത്തതാണെങ്കിലും കാശിന്റെ കാരണം കൊണ്ട് കണ്ണുകുരുടായി പോയതാണെങ്കിലും യൂദാസ് സ്വന്തം ജീവിതത്തെ നശിപ്പിച്ചു. താൻ ശാപത്തിന്റെ പര്യായമായി മാറി. ആരും അവരുടെ മക്കൾക്ക് യൂദാസ് എന്ന് ഇടാറില്ല. നായിക്ക് പോലും യൂദാസ് എന്ന് പേരിടാറില്ല. അത് ഞാൻ ഓർപ്പിക്കട്ടെ. അതേസമയത്ത് സീസർ എന്ന് പേരിടും. കാരണം സീസറിനോടുള്ള എതിരിന്റെ കാരണം കൊണ്ട് നായിക്ക് സീസർ എന്ന് പേരിടും. നായിക്ക് ജൂഡാസ് എന്നാരും പേരിടാറില്ല. അതുപോലെ അവൻ ശാപത്തിന്റെ ഒരു പര്യായമായി മാറി. ദൈവവിളി വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത വേറെ പലരും ഉണ്ട് ദൈവവചനത്തില്. ചിലർ വളരെയധികം ശാപത്തിന് കാരണമായി തീർന്നു, ചിലർ കുറച്ച് ശാപത്തിനും മറ്റു ചിലര് സെൻസറിങ്ങിന് കാരണമായി തീർന്നു. അനന്യാസും സഫീറായും അവര് ദൈവവിളി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം മറ്റുള്ളവർ കാശ് അവരുടെ സ്വത്ത് വിറ്റ് ശിഷ്യന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കുന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ആ രീതിയിലുള്ള പേര് കിട്ടുവാൻ വേണ്ടി അവർ ചെയ്തു. ദൈവം വിളിക്കുന്നതെല്ലാം ദൈവത്തിന് കൊടുക്കാനാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. യോദിയാസ് ആൻഡ് സിന്ധിക്കയെ കുറിച്ച് മലയാളം പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്ക് നോക്കാൻ സാധിച്ചില്ല. ഈ 2 സഹോദരിമാരെ കുറിച്ച് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് അത് എത്രയോ ലജ്ജാകരമായ കാര്യമാണ്. ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, അവർ വിശ്വാസിനികളായിരുന്നു. അതുകൊണ്ട് നിത്യതയിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നിത്യതയിൽ നമ്മൾ അവരെ കാണുന്നതായിരിക്കും, അവരുമായിട്ട് ഇടപെടുന്നതായിരിക്കും. എന്നാൽ ദൈവവചനം അവരെ അനുമോദിച്ചാണോ സംസാരിക്കുന്നത്? അല്ല. കാരണം അവര് പരസ്പരം മത്സരത്തിന് വേണ്ടിയല്ല ദൈവം അവരെ വിളിച്ചതെന്നുള്ള അവർ മനസ്സിലാക്കിയില്ല. ഓരോരുത്തര് ആ സഹോദരിമാര് അവരവരുടെ വിളിക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ടത്. എന്നാൽ മനസ്സിലാക്കിയില്ല. ആൻഡ് അതിന്റെ കാരണം കൊണ്ട് വേദപുസ്തകത്തിൽ അവരെ കുറിച്ച് ഒരു മോശമായ പരാമർശമാണ്. ഇതുപോലുള്ള വേറെ പല എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. ശിംശോൻ തന്റെ
വിളി ഭാഗികമായിട്ട് മനസ്സിലാക്കി, എന്നാൽ തന്റെ ഇഷ്ടപ്രകാരം നടന്നു. വിശ്വാസികളായ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മിൽ ഓരോ വ്യക്തിക്കും വിളിയുണ്ട്. ഓരോ വ്യക്തിക്കും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ എടുത്തു പറയേണ്ടത് ആവശ്യമാണ്. കാരണം വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിളിയാണ്. ആ വിളി മനസ്സിലാക്കി അതിനനുസരിച്ച് നടന്നാൽ കൊലപാതകനെ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അപ്പോസ്തലനാക്കി മാറ്റിയ കർത്താവ് വിളിക്കനുസരിച്ച് വിളി മനസ്സിലാക്കി നടക്കുന്ന നമ്മിൽ ഓരോരുത്തരെയും പരമാവധി ഉപയോഗിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. നമ്മളെ തന്നെ വേർപാടുകാരെന്നാണ് പറയുന്നത്. സഭാചരിത്രം എടുത്താല് വേർപാടുകാർ എന്ന് ഏറ്റവും ചെറിയൊരു ഗ്രൂപ്പായിരുന്നു. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യത്തിലും സുവിശേഷ പ്രഖ്യാപനത്തിന്റെ കാര്യത്തിലും അവർ എന്നും മറ്റു ഗ്രൂപ്പ്സിനേക്കാൾ മുൻപോട്ട് നിന്നവരാണ്. മൾട്ടിപ്ലൈ ആകുന്ന കാര്യത്തിലല്ല. മറ്റ് ഗ്രൂപ്പ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന 100 രീതിയിലുള്ള കള്ളത്തരങ്ങളുണ്ട്. ഞാൻ അതൊക്കെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളതാണ്. അതിന്റെ കാര്യമല്ല പറയുന്നത്. എന്നാല് ഉപദേശ വിഷയങ്ങളിൽ ഇൻഫ്ലുവൻസിന്റെ കാര്യത്തിലും സുവിശേഷ പ്രഖ്യാപനത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും മുൻപോട്ട് നിന്നതാണ്. കാരണം ചെറുപ്രായം തൊട്ടേ നമുക്കൊക്കെ കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്ന ട്രെയിനിങ്ങിന്റെ കാരണം കൊണ്ട് സുവിശേഷം പ്രഖ്യാപിക്കണം, പോകുന്നിടത്തൊക്കെ പ്രഖ്യാപിക്കണം എന്ന് നമ്മുടെ എല്ലാവരുടെയും അത് രക്തത്തിലുള്ളതാണ്. പിന്നെ അത് എത്ര പേര് കേൾക്കുന്ന, എത്ര പേര് ഇന്ന് അതിനനുസരിച്ച് നടക്കുന്നതെന്നറിയത്തില്ല, എന്നാൽ അതുള്ളതാണ്. അത് നമ്മുടെ വിളിയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ ട്രെയിനിങ്ങിന്റെ കാരണം കൊണ്ട് ആ വിളി നമുക്ക് മനസ്സിലാകും. സോ ഇവിടെ ദൈവാത്മാവ് പൗലോസിൽ കൂടെ പറയുന്നത്, ദൈവാത്മാവ് ഒരു കൊലപാതകനെ വിളിച്ചു. ആ കൊലപാതകൻ ദൈവവിളി കേട്ടു. ആ ദൈവവിളി കേട്ടതുകൊണ്ട് മനുഷ്യരെ നോക്കാതെ, അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യഹൂദിയയിലെ സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മനുഷ്യരെ അല്ല നോക്കിയത്, വിളിച്ചവനെ നോക്കി ഇറങ്ങിത്തിരിച്ചു. ആൻഡ് അത് സഭകൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരോടും ഉത്തരവാദിയല്ല, ഞാൻ ആരോടും ഒന്നും ചോദിക്കത്തില്ല എന്ന് അവകാശപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ അല്ല ദൈവം പറയുന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചതാണെങ്കിൽ, അപ്പോസ്തലനായിട്ട് വിളിച്ചതാണെങ്കിലും ആ വിളിയുടെ ഒരു മറുവശമുണ്ട്. അത് രണ്ടും കൂടെ നമ്മൾ റിക്കൺസൈൽ ചെയ്യണം. വിളി മനുഷ്യനിൽ നിന്നല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഞാന് മനുഷ്യരുമായിട്ട് ബന്ധമില്ലെന്നല്ല പറയുന്നത്. ഈ രണ്ടും തമ്മിൽ വളരെ അന്തരമുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, വേർപാട് സമൂഹത്തിൽ ഇതര സമൂഹങ്ങളിൽ നിന്ന് വന്ന ധാരാളം സഹോദരന്മാരുണ്ട്. സുവിശേഷകന്മാരുടെ കാര്യം ഞാൻ പറയുന്നത്. മറ്റു സഭകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി, എല്ലാ വിളച്ചിൽ കാണിച്ച് പ്രശ്നം ഉണ്ടാക്കി വേർപാട് സമൂഹത്തിൽ വന്നു കഴിഞ്ഞ് ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ ആർക്കും അക്കൗണ്ടബിൾ അല്ല, ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ എന്റെ ഇഷ്ടമുള്ള രീതിയിൽ എനിക്കിഷ്ടമുള്ളിടത്ത് പ്രവർത്തിക്കും എന്ന് അവകാശപ്പെട്ട പല ആളുകളുണ്ട്. അങ്ങനെ ഇന്നുണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഉണ്ടായിരുന്നതും കടന്നുപോയ ആളുകളുടെ ജീവിതം നാം ശ്രദ്ധിച്ചാൽ, സഭയുമായിട്ട് ഒരു കടപ്പാടില്ലാതെ ഈ ഒറ്റയാനായിട്ട് നിന്നവരെ ഒന്ന് ദൈവവചനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. നമ്പർ 2, അങ്ങനെ നിന്ന ഓൾമോസ്റ്റ് എല്ലാവരും ദൈവസഭയ്ക്ക് ഒരു ശാപമായി മാറുകയാണ് ചെയ്തത്. ആൻഡ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കും അതൊരു വലിയ ശിക്ഷയായിട്ട് മാറി. സോ ഇവിടെ ഈ യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നെന്ന് പറയുന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് എനിക്ക് സഹോദരന്മാരോട് യാതൊരു കടപ്പാടുമില്ല എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന അത് വചനത്തിനനുസരിച്ചല്ല. വചനം പറയുന്നത് എനിക്ക് ഈ സന്ദേശം നൽകിയതും ഈ അപ്പോസ്തലിക ശുശ്രൂഷ നൽകിയത് മനുഷ്യനല്ല. അതിനു വേണ്ടിയാണ് ഇവിടെ ഈ പശ്ചാത്തലം പറയുന്നത്. അല്ലാതെ എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട, എന്റെ മിനിസ്ട്രി എന്ത് എന്ന് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്യും എന്നുള്ളത് ആ അവകാശവാദം ശരിയല്ല. വിളി ദൈവത്തിൽ നിന്നാണ്, ദൈവത്തെ നോക്കി ഇറങ്ങിയാൽ മതി. എന്നാൽ ആ വിളിക്കനുസരിച്ച് നാം ജീവിക്കുമ്പം വിശ്വാസികളുമായിട്ടുള്ള പരസ്പര ബന്ധവും അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ വിശ്വാസികളുമായിട്ട് ഒരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പൗലോസിന്റെ എല്ലാ ക്രൈസിസിലും, ഏത് പ്രതിസന്ധി ഉണ്ടായെങ്കിലും അവിടെ വിശ്വാസികൾ ഉണ്ടായിരുന്നു.
അപ്പോസ്തല പ്രവൃത്തി 17:10 നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17:10. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസ്ലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സന്ദേശം ദൈവത്തിൽ നിന്ന് ലഭിച്ചു, ദൈവം പറയുന്ന ഡയറക്ഷനിൽ പോയി. എന്നാൽ സഹോദരന്മാരുമായിട്ടുള്ള വ്യക്തിബന്ധം, ആക്ച്വലി ഈ വ്യക്തിബന്ധം ഇതിനേക്കാൾ കൂടുതലാണെന്നുള്ള 2-ാം അധ്യായം തുടങ്ങുമ്പോൾ വ്യക്തമാകും. സഹോദരന്മാരുമായിട്ടുള്ള വ്യക്തിബന്ധം ഇല്ലാതെ ആയില്ല. ഇത് ഞാൻ വളരെ ഭാരത്തോടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേർപാട് സമൂഹത്തിൽ ഇന്നും പല ആളുകളുണ്ട്. അവർ അവകാശപ്പെടുന്നത് എന്നെ മനുഷ്യൻ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആരുമായിട്ട് ഒരു ബന്ധം വേണ്ട, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന് വേണ്ടി സുവിശേഷ വേല ചെയ്യും, എനിക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യും, തോന്നുന്നിടത്ത് പോകും, തോന്നുന്നത് ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ അതൊക്കെ അങ്ങ് കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾ അങ്ങ് വീണു പോവുകയാണ്. അത് വചനവിരുദ്ധമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം എന്നെ വിളിച്ചു, എന്നാൽ ഒരു സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഭയോട് അക്കൗണ്ടബിൾ ആയിട്ട് നിൽക്കണം എന്നുള്ളതും ദൈവവചനം പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഈ വലിയ ഈഗോ പറയുന്ന ആളുകളെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് അത് ഇന്ത്യൻസിനുള്ള ഒരു സ്വഭാവമാണ്. ഇന്ത്യൻസ് സഹസ്ര വർഷങ്ങളായിട്ട് നമ്മൾ ഹീറോ വർഷിപ്പേഴ്സ് ആണ്. ആൻഡ് ഏത് കള്ളത്തരോ ഏത് കുറ്റകൃത്യം ചെയ്താലും നമ്മൾ അവരെ വർഷിപ്പ് ചെയ്യുന്നു. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇന്ന് ഇന്ത്യയെ നയിക്കുന്നതിൽ 40% ആളുകൾക്കെതിരെ ക്രിമിനൽ കേസസ് ഉണ്ട്. എന്നിട്ട് അവർക്ക് വോട്ട് ലഭിക്കുന്നു. കാരണം നമ്മൾ ഇന്ത്യൻസ് ഹീറോ വർഷിപ്പേഴ്സ്. അതേ മനോഭാവം സഭയിലും കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഭയിലെ എല്ലാ രീതിയിലുമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും മനുഷ്യദ്രോഹികളും കൊലപാതകൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ഏതെങ്കിലും രീതിയിൽ കൊന്നാൽ അത് കൊലപാതകമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കൊലപാതകന്മാർക്ക് ഇഷ്ടം പോലെ ശിഷ്യന്മാരുണ്ട്. അവരെ അനുഗമിക്കാനും അവരെ ആരാധിക്കാനും കാശ് കൊടുത്ത് പോഷിപ്പിക്കാനും ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വേർപാട് സഭയിൽ ചെയ്തിട്ടുള്ള നാശനഷ്ടങ്ങളും മറ്റ് വിശ്വാസികളെ നശിപ്പിച്ചതും സഭകളെ നശിപ്പിച്ചത് അതിന് കണക്കില്ല. സോ ദൈവവചനത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് യഹൂദിയയിലുള്ള ആളുകള് അവർക്ക് മുഖപരിചയം ഇല്ലായിരുന്നെന്ന് പറഞ്ഞാല് അത് ആക്ച്വലി വിളിയെക്കുറിച്ചാണ്, ചുമതലയെക്കുറിച്ചല്ല. ആ വിളി ദൈവത്തിൽ നിന്ന് ലഭിച്ചു. ദൈവത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഫീൽഡിൽ ഇറങ്ങി. ആ വിശ്വാസികൾ ഞാനുമായിട്ട് പരിചയമില്ലായിരുന്നു. എന്നാൽ ഒരു സമയത്ത് ദൈവസഭയെ മുടിച്ചിരുന്ന വ്യക്തി ഇന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുന്നെന്ന് അവർ കേട്ടു, സന്തോഷിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരു വിശ്വാസി ഒരു ഡിക്റ്റേറ്ററായിട്ട് തന്റെ ഇഷ്ടപ്രകാരം നടക്കണം എന്ന് അല്ല. അതുകൊണ്ടാണ് ഒരു ആവശ്യം വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 17:10 സഹോദരന്മാർ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അപ്പൊ അങ്ങനെ സഹോദരന്മാര് പറഞ്ഞയക്കുവാൻ വേണ്ടി സഹോദരന്മാരുമായിട്ട് പൗലോസ് ഒരു ബന്ധം പുലർത്തിയിരുന്നു എന്ന് മാത്രമല്ല, പറഞ്ഞയച്ച രീതിയിൽ പോകുവാൻ വേണ്ടി സഹോദരന്മാരുടെ അതോറിറ്റിയെ വിശ്വാസികളായ നാം വളരെയധികം റീതിങ്ക് ചെയ്യേണ്ട ഒരു വിഷയമാണ് ദൈവവിളി. നാം ദൈവവിളി മനസ്സിലാക്കിയിട്ടുണ്ടോ? 2, അത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് ലഭിക്കേണ്ടത്, മനുഷ്യൻ പറയുന്ന രീതിയിലല്ല. 2, ആ ദൈവവിളി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാദേശിക സഭയുമായിട്ടും കൂട്ടുവിശ്വാസികളുമായിട്ടും കൂട്ടായ്മയിലും സഹകരണത്തിലുമാണോ പ്രവർത്തിക്കുന്നത്? കൂട്ടുവിശ്വാസികളുമായിട്ട് സഹകരണം ഇല്ലാതെ ഒരു 1-man ആർമിയായിട്ട് പ്രവർത്തിക്കുന്നത് ദൈവവചനത്തിനനുസരണമല്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പോലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് മാത്രം എടുത്ത് അങ്ങനെ ഒരു ഉപദേശം സ്ഥാപിക്കുന്നത് അത് ഉപദേശമല്ല, ദുരുപദേശമാണ്. ദൈവവചനത്തിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ ദൈവവചനം ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത് എല്ലാം നമ്മൾ എടുക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തപ്പോഴാണ് ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 17:10 നാം കാണുന്നത് പൗലോസിനെയും ശീലാസിനെയും പറഞ്ഞയച്ചു. അപ്പം പറഞ്ഞയക്കാവുന്ന രീതിയിൽ അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവർക്ക് പറഞ്ഞയക്കാനുള്ള അതോറിറ്റി ഉണ്ടായിരുന്നു. ആ രീതിയിൽ പൗലോസ് അവരുമായിട്ട് ഇടപെട്ടിരുന്നു.
സോ ദൈവം വിളിക്കുമ്പോൾ റെഡിയായിട്ടുള്ള വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നു. എന്നാൽ ദൈവം അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ പ്രാദേശിക സഭയുമായിട്ടും വിശ്വാസികളുമായിട്ടും ഒരു അഭേദ്യ ബന്ധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വിശ്വാസികളുമായിട്ട് ബന്ധത്തിലിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മിനിസ്ട്രി വളരെ ഇഫക്റ്റീവ് ആകും എന്ന് ഞാൻ ഓർപ്പിക്കണം. ഇത് ദൈവവചനത്തില് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ആശയമല്ല, ദൈവവചനത്തിൽ ആവർത്തിച്ച് കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 9:30 നാം വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 9:30 സഹോദരന്മാർ അതറിഞ്ഞു അവനെ കൈസരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പറഞ്ഞയച്ചെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ബെരോയുടെ കാര്യം വന്നപ്പോഴത്തേക്ക് ഒരു ശീലാസിന്റെ കൂടെ പറഞ്ഞയക്കിയത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവനെ കൈസരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 11:25-26 നാം വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 11:25-26 അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. രണ്ട് കാര്യം ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പൗലോസിനെ തെരഞ്ഞു, കൂട്ടിക്കൊണ്ടുപോയി. പൗലോസും അതിന് തയ്യാറായിരുന്നു, അതുകൊണ്ടല്ലേ കൂടെ പോയത്. അങ്ങനെ പോയി കഴിഞ്ഞ് ആദ്യമായിട്ട് അന്ത്യോക്യയില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടു. ഇത് നമ്മള് കൊടുത്ത പേരല്ല, ക്രിസ്ത്യാനികൾ എന്ന് വിജാതിയർ നമുക്ക് തന്ന പേരാണ്. കേരളത്തില് വേർപാടുകാരെന്നുള്ളത് അത് നമ്മൾ എടുത്ത പേരല്ല, നമുക്ക് ലഭിച്ച പേരാണ് എന്ന് ഓർപ്പിക്കട്ടെ. അപ്പൊ ഈ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് വായിച്ച എല്ലാ വാക്യങ്ങളും ഓർപ്പിക്കുന്നത് പൗലോസിന് വെളിപ്പാട് ലഭിച്ചത് ദൈവത്തിൽ നിന്ന് ഡയറക്ട്ലിയാണ്, വിളി ലഭിച്ചത് ദൈവത്തിൽ നിന്ന് ഡയറക്ട്ലിയാണ്. എന്നാൽ താന് സഭയെ അവഗണിച്ച്, വിശ്വാസികളെ അവഗണിച്ച്, അവരിൽ നിന്ന് വേർപെട്ട് നിന്നല്ല ശുശ്രൂഷ ചെയ്തത്. ശുശ്രൂഷ എന്നും വിശ്വാസികളും അപ്പോസ്തലന്മാരും ലീഡേഴ്സുമായിട്ടുള്ള ആ കൂട്ടായ്മയിലാണ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി, നമ്മളത് വായിക്കുന്നില്ല, അപ്പോസ്തല പ്രവൃത്തി 9:20-22 20-22 വരെ. അപ്പോസ്തല പ്രവൃത്തി 9:20-22. ഇതോടെ 1-ാം അധ്യായം ഒരു ക്ലോസിംഗിൽ വരുവാണ്. അതിന്റെ ഒരു സമ്മറി ഞാൻ ഓർപ്പിക്കട്ടെ. 1-ാം അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്നത്, ദൈവം നമ്മളെ എല്ലാം വിളിച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ എല്ലാ ആത്മീയ ജീവിതത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഏത് രീതിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് ഭിന്നമായ രീതിയിലാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അത് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നടക്കുന്നത്. ഈ 1-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ അനുഭവങ്ങൾ പങ്കിടുന്നെങ്കിലും ഇത് ഗലാത്യരോട് ഇതേ വിഷയം സംസാരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. വിശ്വാസികൾ അവരവരുടെ ഇഷ്ടപ്രകാരമല്ല നടക്കേണ്ടത്, ദൈവവിളി മനസ്സിലാക്കി ദൈവ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ തൊട്ട് രണ്ട് രീതിയിലുള്ള ചിന്താഗതികൾ തമ്മിലുള്ള പോരാട്ടം തുടരുന്നു. ഒരു സൈഡിൽ ജഡം, ഒരു സൈഡില് ആത്മാവ്. ഈ ജഡവും ആത്മാവിന്റെയും പോരാട്ടം എന്നുവരെയുണ്ട്. അന്നുവരെ നാം ദൈവ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ആത്മനിറവുള്ളവരായിട്ട് ആത്മാവിന്റെ ഇഷ്ടപ്രകാരം പോരാടണം. ഈ യുഗങ്ങളുടെ കോൺഫ്ലിക്റ്റ് അത് നമ്മൾ ആദാം ഹവ്വയുടെ കാലം തൊട്ട് കാണുന്നു. പ്രത്യേകിച്ച് കൈൻ യാഗം അർപ്പിക്കുന്നത് എന്ത് എന്ന് കൈന്റെ ഹാബേലിന്റെയും ഏജ് ആയപ്പോഴത്തേക്ക് വ്യക്തമായതുകൊണ്ടാണല്ലോ അവർ യാഗം അർപ്പിച്ചത്. ദൈവം ആദാം ഹവ്വായെ സൃഷ്ടിച്ച കാലം തൊട്ട് മനുഷ്യനുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. ഈ ആശയവിനിമയം ഹലോ ഹൗ ആർ യു, ഹൗ ഈസ് ദ ക്ലൈമറ്റ് എന്നല്ല, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല, സ്പോർട്സിനെ കുറിച്ചുള്ള ചർച്ചയല്ല, പരദൂഷണമല്ല. ദൈവം മനുഷ്യനുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ മനുഷ്യൻ ആത്മീക കാര്യങ്ങളെക്കുറിച്ചും പ്ലസ് ഈ ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ദൈവം മനുഷ്യനുമായിട്ട് പങ്കിട്ടത്. അങ്ങനെ പങ്കിട്ടതിന്റെ കാരണം കൊണ്ടാണ് കൈനും ഹാബേലിനും യാഗത്തെക്കുറിച്ച് വ്യക്തമായ ഒരറിവുണ്ടായതും അവർ
ദൈവത്തിന് വേണ്ടി യാഗം കൊണ്ടുവന്നത്. വളരെ തെറ്റായ ഒരു ടീച്ചിങ് നമ്മുടെ ഇടയ്ക്കുള്ളത്. ഒരുത്തൻ രക്തമുള്ള യാഗം കൊണ്ടുവന്നു, ഒരുത്തൻ രക്തമില്ലാത്ത യാഗം കൊണ്ടുവന്നു. അതുകൊണ്ടാണ് രക്തമില്ലാത്ത യാഗത്തെ ദൈവം തിരസ്കരിച്ചത്. അത് ദൈവവചനമല്ല, മനുഷ്യന്റെ വ്യാഖ്യാനമാണ്. ദൈവീക യാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രക്തമില്ലാത്ത യാഗങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ലേവ്യ പുസ്തകത്തിൽ. അപ്പൊ അതുകൊണ്ട് രക്തമില്ലാത്തത് കൊണ്ടാണ് ദൈവം ഈ യാഗത്തെ റിജക്ട് ചെയ്തതെന്നുള്ള ആ ഇന്റർപ്രിട്ടേഷൻ വചനം വേണ്ട രീതിയിൽ പഠിക്കാത്തവരാണ് ഇങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷൻസ് ദൈവമക്കളുടെ ഇടയ്ക്ക് പ്രചരിപ്പിക്കുന്നത്. ദൈവവചനം തന്നെ വ്യക്തമായിട്ട് പറയുന്നത് കൈൻ അവന്റെ ഹൃദയം സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലായിരുന്നു. കൈനിനെയും അവന്റെ യാഗത്തെയും ദൈവം റിജക്ട് ചെയ്തെന്ന ദൈവവചനം, അല്ലാതെ യാഗം റിജക്ട് ചെയ്തെന്നല്ല പറയുന്നത്. കൈനിന്റെ ഹൃദയം ദൈവമായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലായിരുന്നു. അതുകൊണ്ട് കൈനെ റിജക്ട് ചെയ്തു. കൈനെ റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കൈൻ കൊണ്ടുവന്ന് യാഗവും റിജക്ട് ചെയ്തു എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1-ാം തലമുറ തൊട്ട് മനുഷ്യൻ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാനാണ് ശ്രമിക്കുന്നത്. വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും കൈൻ ദൈവമായിട്ട് ബന്ധമൊന്നും വേണ്ട, യാഗം അർപ്പിക്കണം. അവിശ്വാസികളുടെ കാര്യം പറഞ്ഞാൽ നയമാനോട് പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞപ്പം നയമാൻ പറഞ്ഞ് ഞാൻ ഓർത്ത് പ്രവാചകൻ വന്ന് കുറച്ച് കൈകൊണ്ടൊക്കെ ആംഗ്യം കാണിക്കും. അപ്പം ഒരു മതപരമായ ചടങ്ങ് അവിടെ കാണിക്കണം. ഇതുപോലെ തന്നെയാണ് യെരുശലേമിലുള്ള 1-ാം തലമുറ വിശ്വാസികളിൽ ചിലർക്ക് യഹൂദന്മാരുടെ ചടങ്ങുകൾ വേണമെന്ന് നിർബന്ധമായിരുന്നു. അവർ ശഠിച്ചു. ഓഫ് കോഴ്സ് ദൈവാത്മാവ് വ്യക്തമാക്കി അത് വചനത്തിനനുസരിച്ചല്ലെന്നുള്ളത്. എന്നാൽ ഗലാത്യയിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നം ഇന്നും തുടരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ സമുദായങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം രീതിയിലുള്ള ചടങ്ങുകളാണ്. നോർത്ത് ഇന്ത്യയില് ഞാൻ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുമായിട്ട് ഒത്തിരി ഇടപെട്ടിട്ടുള്ളതാണ്. നോർത്ത് ഇന്ത്യയിൽ ആദ്യമേ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി അവരെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം. രക്ഷയുമായിട്ട് ബന്ധമൊന്നുമില്ല, ഡെഡിക്കേഷൻ എന്നാ പറയുന്നത്. ഡെഡിക്കേഷൻ കഴിഞ്ഞ് പാതിരി അവർക്ക് കുറെ ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞ് കൺഫർമേഷൻ ഉണ്ട്. ജനിക്കുമ്പം തന്നെ സ്നാനം അങ്ങ് കൊടുക്കും, ശിശു സ്നാനം കൊടുക്കും. അത് കഴിഞ്ഞ് അത് ഒരു ചടങ്ങ്, അത് കഴിഞ്ഞ് ഡെഡിക്കേഷൻ, അത് കഴിഞ്ഞ് കൺഫർമേഷൻ. ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് സഭയിലുള്ള കമ്മ്യൂണിയൻ അല്ലെങ്കിൽ തിരുത്താഴത്തിൽ സംബന്ധിക്കാൻ സാധിക്കത്തുള്ളൂ. കത്തോലിക്ക സഭയിലാണെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യനിർമ്മിത ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ, കൂദാശകൾ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ദൈവവിളി കേട്ട് ദൈവവിളിക്ക് അനുസരിച്ച് നടക്കുന്നതിന് പകരം മനുഷ്യനിർമ്മിത കൂദാശകളിലാണ് മനുഷ്യന്റെ താല്പര്യം. അതുതന്നെയായിരുന്നു ഗലാത്യയിലുള്ള പ്രോബ്ലം. യെരുശലേമിൽ നിന്ന് വന്ന ആളുകൾ, അയ്യോ സുന്നത്തിന്റെ കൂദാശ നടന്നില്ലല്ലേ, പരിച്ഛേദന നടന്നില്ലല്ലേ, എന്നാ നിങ്ങളുടെ രക്ഷ കംപ്ലീറ്റ് അല്ലെന്ന് പറഞ്ഞപ്പോൾ അതിൽ വീണു. ഇന്ന് നമ്മുടെ അസംബ്ലീസിലും ഇതുപോലുള്ള പല ചടങ്ങുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. സഭായോഗത്തിന് കൂടുമ്പം അവിടെയുമുണ്ട് ചില ചടങ്ങുകൾ, വിവാഹം ചില ചടങ്ങുകൾ, ഹൗസ് വാമിംഗ് എന്നും പറഞ്ഞ് ഹിന്ദുസ് വാസുദേവനെ പ്രസാദിപ്പിക്കുന്ന ആ ചടങ്ങ് നമ്മുടെ ഇടയ്ക്കും വന്നിരിക്കുകയാണ്. പാല് കാച്ചൽ ശുശ്രൂഷയായി മാറിയിരിക്കുകയാണ്. ചിലയിടത്ത് പാല് കാച്ചൽ ശുശ്രൂഷ മാത്രമല്ല, ഹിന്ദുസ് പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ ആ കാച്ചിയ പാല് ചെറിയ ചെറിയ കപ്സിൽ എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. ശവസംസ്കാരത്തിനും ഉണ്ട് ചില ചടങ്ങുകൾ. ആൻഡ് ഏതെങ്കിലും ഒരു വ്യക്തി ഈ ചടങ്ങുകൾക്കനുസരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ വിശ്വാസികൾ അങ്ങ് അപ്സെറ്റ് ആകുവാണ്. ഇതെല്ലാം പറഞ്ഞു ചെയ്യുന്ന ചടങ്ങുകളാണ്, പറയാതെ ചെയ്യുന്ന ചടങ്ങുകളും ഉണ്ട്. ഈ ഹിന്ദുസ് ഒക്കെ രാഹുകാലം കേത്തുകാലം നോക്കിയിട്ടാണ് വിവാഹം നടത്തുന്നത്. അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ചില വേർപാടുകാരുമുണ്ട്. 10 മണിക്ക് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രീവിയസ് ഡേ പഞ്ചാംഗം നോക്കും. പഞ്ചാംഗം നോക്കുമ്പോഴായിരിക്കും 10 മണിക്ക് കല്യാണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ സമയം രാഹുകാലമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, വളരെ കണ്ണിങ് ആയിട്ട് 10ന് തുടങ്ങേണ്ട കല്യാണം ചെറുക്കനും പെണ്ണും ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിലും 10:15 10:30 തുടങ്ങത്തുള്ളൂ. അതിന് ഒരു സ്റ്റാൻഡേർഡ് വൊക്കാബുലറി ഉണ്ട്. തെക്കോട്ടൊക്കെ അമ്മാവൻ വന്നിട്ടില്ല, അമ്മാവൻ വന്നെങ്കിൽ കല്യാണം തുടങ്ങത്തുള്ളൂ. അമ്മാവന് കലണ്ടറിനനുസരിച്ച് ടൈം നോക്കി ആ രാഹുകാലം കഴിഞ്ഞിട്ടാണ് ഹാളിൽ കയറി വരുന്നത്. അത് കഴിഞ്ഞാണ് കല്യാണം തുടങ്ങുന്നത്. നമ്മള് ഗലാത്യ വിശ്വാസികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ വളരെയധികം നമ്മുടെ ഇടയ്ക്ക് തന്നെ പേഗനൈസേഷൻ, വിജാതിയരെ പോലെ ആയിക്കഴിഞ്ഞു. ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മനുഷ്യനുമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന് പറയും, അത് വലിയൊരു ശാപമായിട്ട് വന്നിരിക്കുക. 2, പല രീതിയിലുള്ള മനുഷ്യനിർമ്മിത ചടങ്ങുകൾ, ആചാരങ്ങൾ നമ്മുടെ ഇടയ്ക്ക് വന്നിരിക്കുകയാണ്.
ഇതെല്ലാം മനസ്സിലാക്കണം. ഗലാത്യ ലേഖന 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അത് നമ്മളെല്ലാം കാണാതെ പഠിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഓർപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് ഓർക്കേണ്ട കാര്യമാണ്, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. മനുഷ്യനിർമ്മിച്ച ചടങ്ങുകളുടെ അടിമയാകരുത്, സ്വന്തം ഈഗോയുടെ അടിമ ആകരുത്. ദൈവം വിളിച്ചാണ്, ഞാൻ ആരോടും എനിക്കൊരു ഓബ്ലിഗേഷൻ ഇല്ല, ഞാൻ ആരുടെ അഡ്വൈസ് കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആരോടും അഡ്വൈസ് ചോദിക്കത്തില്ല. അത് സ്വന്തം ഈഗോയുടെ അടിമയാകുകയാണ്. ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി കർത്താവ് നമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച 2-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.